അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് വന്നിരിക്കുന്നത്? എന്തായിട്ടാണ്? ഡ്രോയിങ് ചലഞ്ച്. അപ്പൊ നമ്മളൊരു ഡ്രോയിങ് ചലഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതെന്റെ കസിനാണ്. അപ്പൊ നമ്മൾ എന്ത് ഡ്രോയിങ് ചലഞ്ചാണെന്ന് ഓക്കെ. അപ്പം ഇവളുടെ പേര് എസ്തർ. ഇവളെ വീട്ടിൽ വിളിക്കുന്നു നിയ. നിയ. അപ്പം ഞാനും നിയായുമാണ് ഉള്ളത്. അനയ, എസ്തർ, നിയ, അനയ. ഓക്കെ. അപ്പം നമ്മുടെ ഡ്രോയിങ് ചലഞ്ചാണ് ഇവിടെ. ബുക്കൊക്കെ അവൾ കാണിക്കുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പൊ കളി എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തോളൂ. രണ്ട് സൈഡിൽ ഞങ്ങൾ വരയുണ്ട്. യെസ്, ഞങ്ങളുടെ രണ്ടുപേരുടെ പേര് ഇത് നീയ, ഇത് ഞാന്. വരി കാണിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് എന്റെ സൈഡ്, അതാണ് സൈഡ്. ഓക്കെ. ഒരു പെണ്ണാണ് വരയ്ക്കുന്നത്, ഒരു സൈഡ് ഒരു ഗേൾ ആണ്. ഇവിടെ ക്രയോൺസിന് നമുക്ക് കളേഴ്സ് ഒക്കെ കൊടുക്കാവേ. ഒരു സൈഡാണ് ചേച്ചി വരയ്ക്കുക, ഒരു സൈഡ് ഞാൻ ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ്. നോ കോപ്പി അടി, നോ കോപ്പി. സെയിം കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഡ്രോ ആയിപ്പോ. ഓക്കെ, ഞാനൊന്ന് വരയ്ക്കട്ടെ പെണ്ണിന്. അവള് എന്തോ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം കളി ഇങ്ങനെയൊക്കെയാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കേറി അടിച്ച് ലൈക്ക് ചെയ്തോളൂ, അടിച്ചു മറിച്ച് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ ക്രയോണൊക്കെ ഇവിടെ റെഡിയാണ്. ക്രയോൺ പോയി എഴുതാറില്ല, നമുക്കിത് എടുത്ത് വെക്കാം. അപ്പം നിയ, അതായത് എസ്തർ, അവളിപ്പോൾ വരും. ഇങ്ങനെ വെക്കാം. അതാണ്ട വന്ന് എന്തെടുക്കാൻ പോയി വേണം, രണ്ട് സൈഡ് വര സ്കൂൾ ബോക്സ് ആണ് അവളുടെ. അപ്പം നമ്മൾ വന്നിരിക്കുന്നു കസിന്റെ വീട്ടിൽ. ഇതെന്റെ കസിന്റെ വീടാണ്. ഇവളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നീ എന്റെ ആരാണ്? കസിൻ അല്ല, കസിൻ അല്ലല്ലോ. മൈ ഡാഡീസ് ബ്രദേഴ്സ്. മൈ ഡാഡീസ് ബ്രദേഴ്സ് കസിൻ. നോ, മൈ ഡാഡീസ് ബ്രദർ ഡോട്ടർ. യെസ്, ഡോക്ടർ. എന്റെ മുടി അവള് മുടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കോപ്രായം പോലെ കെട്ടി വെച്ചിരിക്കുന്നു. ഷൂട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മുടിയും എല്ലാം അയച്ച് ചീവി. കളിക്കാം വാ. പട്ടിയൊക്കെ കുറയ്ക്കുന്നു. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ രാത്രി 11:12. ലെവൽ 12. അപ്പൊ ലെവൽ 12 ആയിട്ടുണ്ട് ഇപ്പൊ സമയം. ഇത് PM ആണ്, ലെവൽ 12 PM. ഇപ്പൊ രാത്രിയായി. അപ്പൊ ഞങ്ങളൊന്നും ഇപ്പൊ ഉറങ്ങത്തില്ല അല്ലേടി. ഞങ്ങൾ ഉറങ്ങുന്ന ടൈം ആയിട്ടില്ല. ഞങ്ങൾ 12 ആവും കേട്ടോ. ഇന്നലെയും മിനിയാന്ന് എനിക്ക് 12 മണി ഉറങ്ങി. ഇന്നലെ മിനിയാന്ന് കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നും ഇവള് 12 ഉറങ്ങിയത്. ഞാനും 12. മിനിയാന്ന് തൃശ്ശൂരിൽ പോയായിരുന്നു. എന്റെ പപ്പയുടെ ചേട്ടൻ്റെ അമ്മായിമ്മ മരിച്ചോണ്ട് കാണാൻ പോയായിരുന്നു. അല്ല, അങ്ങനല്ല കേട്ടോ. അമ്മായിമ്മ എന്നല്ല, ഇവളുടെ അല്ല, പപ്പയുടെ ചേട്ടന്റെ ഭാര്യയുടെ മദർ. ഷീജാൻറ്റിയുടെ അമ്മയല്ലേ? ഷീജാൻറ്റിയുടെ അമ്മ ജസ്റ്റിസ് അപ്പയുടെ മദറിൻലോയാ. മദറിൻലോ, സോറി മദറിൻലോ. അപ്പം അവര് തൃശ്ശൂർ ആയിരുന്നു, അവര് മരിച്ചു. അപ്പൊ ഇവര് തൃശ്ശൂർ പോയി. എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ അച്ഛയും അമ്മയും പോയി, ഞാൻ പോയില്ല. അവിടെ കപ്പലിന്റെ പള്ളി അവിടെ അടുത്ത കപ്പല ഷേപ്പിലിരിക്കും. രണ്ട് സൈഡില് വെള്ളമുണ്ട്, അവിടെ മീനും ഉണ്ട്. പിന്നെ രണ്ട് സൈഡിൽ ഒരാമയുണ്ട്. ആമ ജീവനുണ്ടോ? ഒറിജിനൽ? ഞാൻ വിചാരിച്ചു ശില്പമാണ്, സ്റ്റാച്ചു ആണ്, പ്രതിമ. വെള്ളത്തില് അവിടെ അല്ല, ഇത് എന്റെ സൈഡിൽ. നീ എന്നാ വരയ്ക്കുന്നത്? രണ്ട് സൈഡിൽ അല്ല, ഞാനല്ലേ എന്റെ സൈഡിൽ വരയ്ക്കണ്ടേ ഗേളിന്? രണ്ട് സൈഡിൽ എനിക്ക് ആയിക്കോട്ടെ. സെയിം സൈഡ് ആണെങ്കിൽ കളറും എടുക്കണം. അതാണ് ചലഞ്ച്. ഡ്രോയിങ് ചലഞ്ച്. നീ ഡ്രോയിങ് ചലഞ്ച് എന്നാണല്ലോ ഇവരോട് പറഞ്ഞേ. അല്ല, ഡ്രോയിങ് ഞാൻ ഈ സൈഡില് എന്റെ അല്ല, അപ്പൊ ഞാനല്ലേ ഇവിടെ ചെയ്യണ്ടേ? എനിക്ക് ഒരു സൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പാടാ എനിക്ക്. അല്ല, ഇവിടെ നീ ഒരു പെൺകുട്ടീനെ വരയ്ക്കാൻ, ഇവിടെ ഞാനും ഒരു പെൺകുട്ടി. അല്ലാതെ പകുതി സൈഡായിട്ടല്ല, പതുക്കെ ഫുള്ളായിട്ട്.
പതുക്കെ പതുക്കെ ശരിക്കും സൈഡായിട്ട് വരയ്ക്കണേ. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, കണ്ണ് വരയ്ക്കട്ടെ. അല്ലെങ്കിൽ പിരികവും പീലിയും കൂലിയൊന്നുമില്ലേ? ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറെ 2 പേജ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും ഒരു ഏതെങ്കിലും ഒരു ഏതോ വെണ്ണോ എന്തെങ്കിലും വരയ്ക്കണം. അല്ലെങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം. നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിലാരാണ് നന്നായിട്ട് വരച്ചതെന്ന്, കളറും കൊടുത്തതെന്ന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരയ്ക്കാൻ. ഞാനിവിടെ വരയ്ക്കട്ടെ. സ്കെയിൽ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ 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 വരച്ചെടുക്കുക. അതൊക്കെ ചെയ്യണം. എൻ്റെ അമ്മയുടെ റൂമിന്റെ ഷീറ്റ് ഇവളുടെ ആന്റിയുടെ റൂമിന്റെ ഷീറ്റിലാണ് ഞങ്ങളുടെ പേനയുടെ മഷി. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ എഴുതാം നിയ നിയ നിയ. അയ്യോ സോറി, എനിക്ക് നിയ സൈഡ് അനയ സൈഡ് അനയ അനയ സൈഡ് അനയ സൈഡ് ആ നിയ സൈഡ് പറയുന്നത് അനയ സൈഡ് നിയ സൈഡ് അനയ സൈഡ് എഴുതിയത്. അപ്പം ഞങ്ങൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് എന്താ, നമുക്കൊരു ഗേളിനെ വരയ്ക്കാം. ഓക്കെ, എടുക്കട്ടെ. അവൾക്ക് പേനായി, എനിക്ക് പെൻസിലുമാണ് കൈ കിട്ടിയത്. ഓക്കെ, തുടങ്ങാം. സ്റ്റാർട്ട്. റെഡി ആയത് ഓടിയില്ല. എനിക്ക് കൗണ്ട് ഓൺ എണ്ണാം. 1 2 3. അച്ഛൻ വരയ്ക്കട്ടെ ഇവിടെ. ആ തുടങ്ങ്. ഇതെന്നാ ചെയ്തി പോയി. അത് വരയ്ക്ക്. എനിക്ക് പോലെ ഇടം പോലും കിട്ടുന്നത്. ഒരു കാര്യം, നമ്മൾ ഓരോ ഡാൻസ് എടുക്കാം. ഫസ്റ്റ് അനയ വരയ്ക്കും, അത് കഴിഞ്ഞ് ഞാൻ വരയ്ക്കും. ഓക്കെ, ഫസ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ പറയുന്നതിൽ ആരാണ് ജയിച്ചത്? എനിക്ക് എന്തോട്ടൊക്കെ പലതും. ഇതൊരു ഗേളാണ്, അതൊരു മൂന്നുമാണോ? എടി വലുതരെ കൂടി പറഞ്ഞ് ചിരിപ്പിക്കാതെ കോപ്രായം എടുത്തു. എടി ചിരിപ്പിക്കാതെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ്. വരയോട് വര വര. കുഞ്ഞു കയ്യോ ഞാൻ ഉമ്മ വെച്ചില്ല, ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്താണ്. ഞാൻ പറയാം, ഞങ്ങൾ ഒരു ടോയ്ലറ്റിൽ നിൽക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ അറിയാതെ അകത്തുള്ള സ്വിച്ച് നിൽക്കിയപ്പോ ലൈറ്റ് കെട്ടുപോയി. അപ്പത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അറിയാതെ ചുണ്ടു മുട്ടിപ്പോയി. അതൊരു വലിയ കോപ്രായമായിരുന്നു അല്ലേ? ഒരു ഓക്കെ, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അനയ ചേച്ചി എന്നൊക്കെ ആയോ? നേരത്തെ അനയാന്നിരുന്നല്ലോ. അതിപ്പോൾ ഷൂട്ടിന് വന്നോണ്ടാട്ടോ അനയ ചേച്ചി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അനയാന്ന് വിളിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇവള്. അത് യൂട്യൂബിലായതുകൊണ്ടാണ് ഇവൾ എന്നെ അനയ ചേച്ചി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അനയാ എന്നെ വിളിക്കും. അപ്പൊ ഇവളുടെ പേരെന്തായിരുന്നു? എസ്തർ ബെഞ്ചമിൻ. എസ്തർ ജെയ്സൺ ബെഞ്ചമിൻ. അനയ മേരി അനീഷ്. എൻ്റെ പപ്പയുടെ പേര് അനീഷ് ബെഞ്ചമിൻ. ഇവളുടെ ജെയ്സൺ ബെഞ്ചമിൻ, അനീഷ് ബെഞ്ചമിൻ. പക്ഷെ അനയ ചേച്ചിയുടെ പപ്പയുടെ ഫാദറിന്റെ പേര് TJ ജോഷുവ. പക്ഷെ അനീഷ പാപ്പയുടെ പേരല്ല, അനീഷ പപ്പയുടെ പേരല്ല. എൻ്റെ വല്യപ്പത്തിൻ്റെ പേരുണ്ട്. എൻ്റെ വല്യപ്പത്തി അതെനിക്കറിയത്തില്ല. പള്ളിയിലത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. എൻ്റെ അച്ഛൻ സെക്രട്ടറി ആയിരുന്നല്ലോ. അതെ, കല്യാണത്തിനായിരുന്നോ? പള്ളിയിൽ എൻ്റെ അച്ഛൻ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ സെക്രട്ടറിന്ന് മാറിയതാണ്. സെക്രട്ടറിന്റെ ഓരോരുത്തവരായിട്ടും ചേഞ്ച് ചെയ്യുമല്ലോ ഓരോ വർഷം കഴിയുമ്പോൾ. ഇപ്പൊ ആരാ? ഇപ്പൊ നമ്മുടെ ഷിബു. ഷിബു നാടി പറഞ്ഞേ. അലോണ ചേച്ചിയുടെ പപ്പ. യെസ്,
അനോണ ചേച്ചി ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഒക്കെ ഓരോ കസിൻസ് ആണ് അവരൊക്കെ. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അനോണ ചേച്ചി ഏട്ടിലും അനോണ ചേച്ചിയുടെ വീട് ഇപ്പുറത്താണ് കേട്ടോ. അപ്പം അനോണ ചേച്ചിയുടെ വീട് ഇവിടെ ഞങ്ങളുടെ ഒരു ലിറ്റിൽ കസിന്റെ പേര് പേളു എന്നാണ്, പക്ഷെ ശരിക്കുള്ള പേര് ഇവാലിയാണ്. അവളുടെ വീട്ടിൽ അനോണ ചേച്ചി ശരിക്കത്തെ വരുന്നത് അനോണ തന്നെയാണ്. ആ റബ്ബറും തന്നിട്ട് തെറ്റി പേര് ഈ അടയ ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാണത്തില്ല. കമന്റ് ഇഫ് യു അഗ്രി. എന്ത് കോമന്റ് ചെയ്യണ സത്യമാണോ? അടയ ചേച്ചി കള്ള് കാണത്തില്ല ഒന്ന്. പിന്നെ എനിക്ക് കാണാനൊക്കെ കാണാവേ. കണ്ടില്ലെന്ന് പറഞ്ഞേ. അത് പിന്നെ അത് ഈ സാധനം ഇരിക്കുന്നോണ്ട് കാണാൻ പറ്റാഞ്ഞത്. ഈ സാധനം കിനാവിന്റെ പാൽക്കടലാക്കിയതാരാണ്? ഞാൻ അപ്പത്തേക്കും കളർ കൊടുക്കട്ടെ. അത് ഞാൻ വരച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് അനയ ചേച്ചി വരച്ചത്. ഇനി കളർ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഫുള്ളായി ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ കളർ കൊടുക്കട്ടെ. ഫസ്റ്റ് ഓരോ ടേൺസിലും ഞാൻ അപ്പൊ അനയ ചേച്ചി വരച്ചു, അതെന്നെ ഞാൻ വരച്ചു, അതെന്റെ അനയ ചേച്ചി കളർ വെച്ചു, അതെന്നെ ഞാൻ കളർ വെച്ചു. എന്നിട്ട് നമ്മൾ മനസ്സിലായി. കോപ്പി നോ കോപ്പി. എന്ത് കോപ്പി? അപ്പം നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ കമന്റ് ചെയ്യണം. യെസ്, അത് നീ അങ്ങോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞത് അടിച്ചു കയറി വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. ആൻഡ് ലൈക്ക്. കറക്റ്റ്. നിങ്ങൾ ഞങ്ങളുടെ ഫാൻ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്. എന്റെ വേറെ പാൽക്കടലാക്കിയതാ. എല്ലാരോടും പറ, കാര്യങ്ങളൊക്കെ പറ. അപ്പം നിങ്ങൾക്ക് വല്ലതും നിങ്ങൾക്ക് സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ അറിയാതെ വിശേഷം എന്നൊക്കെ പറയാൻ പോയി ആദ്യം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം കമന്റ് ചെയ്യണം. ഇപ്പൊ ക്രിസ്മസ് ആകാറായില്ലേ? അത് ഇപ്പം സെപ്റ്റംബർ 20. ഇനി 2 മാസം കൂടെ കഴിഞ്ഞാലാ അപ്പൊ ഞങ്ങള് കരോളിനൊക്കെ പോകും. ഒരു കാര്യം പറയണം, എല്ലാരും ഞെട്ടിപ്പോ. ഞാനിപ്പോ 3-ല്. പണ്ട് ഞാൻ 2ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിലൊരു ബോയ് ഉണ്ട്, പേര് ജവാനാണ്. അവന്റെ അമ്മ നേഴ്സാണ്. ഞാൻ എപ്പോഴും പോകുന്ന ആശുപത്രി. ജവാന്റെ ബർത്ത്ഡേ എപ്പോഴാന്നറിയാമ്പോ? ഡിസംബർ. ക്രിസ്മസ് ഡേ എപ്പോഴാ? ഡിസംബർ 25 അല്ലേ? അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ 25. എന്റെ ബർത്ത്ഡേ ഏപ്രിൽ 30, അതായത് 30. മൈ ബർത്ത്ഡേ ഈസ് ഓഗസ്റ്റ് 17. 17. ഞാൻ ഇനി പിച്ചാൻ പറ്റത്തില്ല. എന്നെ വിറ്റാൻ പറ്റത്തില്ല പറഞ്ഞു. എനിക്ക് കോമഡി തോന്നുന്നു. ഭയങ്കര കോമഡി. എന്ത് കോമഡി? ഏതാണ്ടൊക്കെ പോലെ ഇങ്ങോട്ട് ആ ക്യാമറയോട് നോക്കിക്കോണേ. നോക്കടി നോക്ക. ഇപ്പൊ കണ്ടു. അതിന് ഇങ്ങനല്ല വരയ്ക്കുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിൽ ആരുടെയാണ് ഭംഗിയെന്ന്. നിയാടെ ആണെങ്കിൽ NIYA എന്ന് കമന്റ് ചെയ്തോളൂ. അല്ലെ ശരിക്കും NIYA അടിക്കണം, അല്ലെങ്കിൽ NIA എന്നടിക്കണം. NIA എന്നടിക്കണം, അല്ലെങ്കിൽ NIYA എന്നടിക്കണം. ശരിക്കും YA ഉണ്ട്. പിന്നെ നിങ്ങൾ പറയട്ടെ. പറയട്ടെ. അപ്പം
ഇവളുടെയാണ് ഭംഗിയെങ്കിൽ NIYA എന്ന് കമന്റ് ചെയ്യണം. ടീം അടിക്കണം. ടീം നിയാന്ന് അടിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്റെയാണ് ഭംഗിയെങ്കിൽ ANAYA അനയ ടീം അനയ എന്നടിക്കണം. ഓക്കെ, എൻ്റെ ഡ്രോയിങ് ആയി ഇഷ്ടപ്പെട്ടത് അവർ ലൈക്ക് ചെയ്യണം. ചേച്ചിയുടെ കൊള്ളാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലെങ്കിൽ ഷെയർ ചെയ്യണം. നിയാടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും, എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. കറക്റ്റ്. അപ്പം റബ്ബർ അങ്ങോട്ട് താഴെ പോയി. ഞങ്ങളിപ്പോ ഇരിക്കുന്ന കട്ടിലാണ്. എൻ്റെ റബ്ബറൊക്കെ എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു. നീ വരയ്ക്ക് വേഗം വരഞ്ഞ് കറിയാതെ കിനാവിന്റെ പാൽക്കടലാക്കിയത് ആരും മക്കണം കിനാവിന്റെ കൊട്ടല മക്കളെ. അയ്യോ, പെണ്ണിനൊരു സാധനം വരയ്ക്കാൻ മറന്നുപോയി. കോപ്പിയല്ല കേട്ടോ. നിന്റെ കോപ്പി എടുത്തിട്ടില്ലല്ലോ. ഓക്കെ അല്ലേ? ഞാൻ അത്ര വലിയ കമ്മലൊന്നും വരയ്ക്കുന്നില്ല. ഞാനൊരു കുഞ്ഞു ചെവി മാത്രം വരയ്ക്കുന്നു. ചെവിയും കമ്മലൊക്കെ വേണം. കമ്മലിങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് ഞാൻ വരച്ചേ. എബൌട്ട് പറയുകയാണെങ്കിൽ എന്റെ കാതി കിടക്കുന്ന ഞാൻ അതിൽ വരച്ചു. എന്ത് കടി? പെണ്ണിനൊരു മൂക്കുത്തിയും കൂടി വരച്ചു കൊടുത്തു. വരച്ചു കഴിഞ്ഞാ? ഇല്ല, ഏറ്റവും കൂടെ ഉണ്ട്. എന്തോന്ന് അതെ, അവരിങ്ങനെ കളിക്കത്തില്ല. ഒരു പച്ച ഞാൻ അങ്ങനെയല്ല അടങ്ങി വേണം. അയ്യോ, എന്റെ നടുവയ്യേ എന്ന് പറയുന്നില്ല. വാ വാ വാ, വരയ്ക്ക് വേഗം വരെ. നമ്മുടെ വീഡിയോന്റെ ടൈം കഴിയാറായും തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ വൈൻഡ് അപ്പ് ശരിയാ. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യണം, ടീം നിയ അല്ലെങ്കിൽ ടീം അനയ്യ. ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങൾ സെയിം സ്ഥലത്തല്ല. ഞാനിവിടെ അനയ ചേച്ചി മാങ്ങാനത്ത്. ഇത് ചെറിയകുന്ന് അല്ല, ഇത് ഇവിടെ അല്ലേ? ഇത് സ്ഥലമാണ് ചെറിയകുന്ന്. അല്ല, ഇത് എരിവുകുന്നല്ല. ചെരുവുകുന്നുമാണ്. കാടമുറി പിന്നെ ഞാരുളി. കാടമുറി ഞാലക്കുടിയില്. ഇത് ചെരുവുകുന്ന്. കോട്ടയത്ത് തന്നെയാണേ. കോട്ടയത്ത് മാങ്ങാനം കുരിശിൻ്റെ അവിടെ ചെരുവുകുന്നാണിത്. ഇവള് ചെരുവുകുന്ന്, ഞാൻ മാങ്ങാനം കുരിശിൻ്റെ അവിടെ. അപ്പം ഇവള് ചെരുവുകുന്ന്, ഞാൻ മാങ്ങാനം കുരിശിൻ്റെ അവിടെ. അപ്പം അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ചെരുവുകുന്ന്. അനയ ചേച്ചിയുടെ ഒരു സാഡ് ന്യൂസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ത്? അനയ ചേച്ചിയുടെ ഗ്രാൻഡ് ഫാദർ നേരത്തെ മരിച്ചു. അതെന്തിനടി ഇവിടെ പറയുന്നത്? എൻ്റെ ആണ് ഇച്ചിരി കൂടെ ഏറിന് മരിച്ചു. എൻ്റെ പപ്പയ്ക്ക് 3 ചേട്ടന്മാരും പിന്നെ ഒരു സിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്ററാണ് ഇവളുടെ ആൻറ്റി. ഇപ്പം ഇവളുടെ ആൻറ്റിയുടെ റൂമിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചപ്പോൾ കട്ടിൻ്റെ ബെഡ്ഷീറ്റിൽ മരിച്ചായി പറഞ്ഞത്. എന്ത് മുമ്പ് പറഞ്ഞതേ ഉണ്ടോ? പറഞ്ഞു. അവര് മറന്നു പോയാലോ. ഞാൻ അനയ ചേച്ചിക്ക് ഒരു സാധനം ചെയ്യാൻ പോകുന്നു. എല്ലാവരും കണ്ണടച്ചാടോ. ക്ലോസ് യുവർ ഐസ് എവറിബഡി. ക്ലോസ് യുവർ ഐസ്. ഉണക്ക്. ഓക്കെ, അനയ ചേച്ചി ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചു കിടക്കൂ. എന്തിന്? അല്ല, വരികാനും പോവാണത്. എൻ്റെ അടുത്ത് കിടക്കാനൊക്കെ പറയുന്നു. അയ്യോ അയ്യാ, എന്റെ മുമ്പിൽ അയ്യോ കിക്കറിയാക്കരുത്. എടി, ഇതിലാണെങ്കിൽ ഞാൻ കിടക്കത്തില്ലെന്ന്. ഞാൻ കളർ ചെയ്യാൻ പോവാ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഫസ്റ്റ് കളർ ഞാനാണ്. അപ്പൊ നിനക്ക് ഞാൻ എന്റെ ഫോണിന്റെ ചാർജ് ഉണ്ട്. നല്ല കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതെ, നമ്മൾ 11:12 ഷൂട്ട് തുടങ്ങി. ഇപ്പൊ സമയം എത്രയായി?
സമയം നോക്കട്ടെ 11:29. ഓക്കെ ഞാൻ വരച്ചു കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇനി ഞാൻ കളർ കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് കളർ മൈ ഹെയർ വരച്ചില്ല. നീ സംസാരിച്ചു, അവരോട് സംസാരിക്കുക. അപ്പോഴത്തേക്കും ഞാൻ കൊടുക്കട്ടെ. അയ്യോ ഗൈസ്, സോ ചേച്ചി യൂട്യൂബ് ചാനൽ, പിന്നെ ഞാൻ എൻ്റെ ഇവളിനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ഇപ്പോഴും തുടങ്ങത്തില്ല, കുറെ നേരം ഇപ്പൊ ഞാന് 376 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ കൂട്ടിയിട്ട് 377 ആയി. എനിക്കിപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 367 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലൈക്സ് കൂട്ടാറില്ല, ലൈക്സും ഇല്ല, സബ്സ്ക്രൈബേഴ്സേ നോക്കത്തു. ഏത് വീഡിയോനകത്ത് കൂടുതൽ ലൈക്ക് ഉള്ളത്? അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ കുറെ പടമൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ, പിന്നെ അമ്മേൻ്റെ ഒരു പൂവിൻ്റെ ഒക്കെ ഒരു വീഡിയോ. അതിനും ഈ 2 വീഡിയോസിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. ഹലോ, കാരണം എടുക്കുന്നില്ലേ? ഉണ്ട്. സോ ഗൈസ്, ഇതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന ബോർഡ് ഇതിനകത്തുണ്ട്. സോ കാണാൻ റെഡി ആയിക്കോ. ബോർഡോ? മനസ്സിലായില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ പോകുന്ന ഫോട്ടോയോ? ഓക്കെ, എൻ്റെ പപ്പയുടെ 2 അനിയൻ, അല്ല 3 പേര് കൂട്ടിയാൽ പോലെ അല്ലേ ചേച്ചി എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത്? ഏത് 3 പേര്? ഒരു കാര്യത്തിൽ നമുക്ക് ഞാനും ഒറ്റ മിനിറ്റ് പോസാക്കാം. ഞങ്ങളൊരു കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു, ഇപ്പൊ അതാണ് പോസാക്കിയത്. ഓക്കെ, പറ. ഞാനിപ്പോ ബാത്റൂമിൽ പോയിട്ട് ഒരു കഥ കടക്കണം കേട്ടോ, ഉള്ള കാര്യം പറയാ, യൂട്യൂബിൽ കാണാൻ പറ്റും. കഥ കടക്കടി. അപ്പൊ നമുക്ക് കളർ ചെയ്യാം. അവൾ ടോയ്ലറ്റിൽ കയറിയിട്ടുണ്ട്. ടോയ്ലറ്റിൽ ഇരുന്നിട്ട് എന്നോട് സംസാരിക്കുന്നവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടോയ്ലറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നവള്. കളർ കൊടുക്കാൻ നല്ല വൈബാണ്. ഓക്കെ, ഞാൻ കളർ കൊടുത്തിട്ട് കാണിക്കാം. യോ ഗൈസ്, ശരിക്കും പറയില്ല അല്ലേ ചേച്ചി ക്രേസിയാ. പോയിക്കാണത് നിനക്ക് ക്രേസി. ഇവള് ക്രേസി മൂത്ത ആളാണ്. എന്റെ പൊന്നെ ശരിയാക്കും. ആരേ? അല്ലേ ചേച്ചി പിന്നല്ലാതെ ആരും. ഞാൻ കളർ കൊടുത്തോണ്ടിരിക്കുകയാണ്. ശരീരം ശരിക്കും പറയാ ഒരു അബദ്ധം പറ്റിയില്ലോ. എന്താ? അടുത്ത പ്രാവശ്യം ഞാൻ പ്രൈമറി ആവും. അയ്യോ, അല്ല, ഞാൻ അന്നോണ ചേച്ചിയുടെ കൂടെ അടി. അനാണ ചേച്ചി പ്രൈമറിയാ, ഞാനും പ്രൈമറിയാ അടുത്ത പ്രാവശ്യം. ഓ, നീയും ഇപ്പൊ പ്രൈമറി ആവുമല്ലേ? ഞാനും അമേസി, അനോണ ചേച്ചി, ഹെനോക്കച്ചാച്ചൻ പ്രൈമറി ആണോ? അനോച്ചാച്ചിന്റെ 7ാം ക്ലാസ്സിലായിരുന്നു. ഷാവേസ് ആറില്. ഷാവേസ് മൂത്തതാണ്. അല്ല ഞാൻ അപ്പൊ ഞാൻ വിളിക്കുന്നു അത്രേ ഉള്ളൂ. ഷാവേസ് അത്രേ ഉള്ളൂ. ഷാവേസ് മൂത്തതാണ് കേട്ടോ നിന്നെക്കാട്ടിലും. 6ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. നീ 3-ലല്ലേ ആയിട്ടുള്ളൂ. 3 വയസ്സിന് മൂത്തത് അറിയാമോ? 3 വയസ്സ് മൂത്തതല്ലേ? എത്ര വയസ്സായി ഷാവേസിന്? ഷാവേസിന് 11 വയസ്സുണ്ട്. 11 വയസ്സ്. അപ്പൊ നിനക്ക് 8 അല്ലേ ഉള്ളൂ? 9, 10, 11. 3 വയസ്സിന് മൂത്തതാ. അപ്പൊ അലേ ചേച്ചി ഞാൻ 1 വയസ്സിന് മൂത്തത്. അലേ ചേച്ചി 10ആയോ? ഇത്രേ ഉള്ളൂ. 1 വയസ്സിന് മൂത്തതാ. അനോട് ചേച്ചി 10 പോലും ആയില്ല. അപ്പഴാ എനിക്ക് 9 വയസ്സ്, നിനക്ക് 8 വയസ്സല്ലേ ഉള്ളൂ. അല്ല 8 അല്ല, സെയിം അല്ല. നിനക്ക് 8, എനിക്ക് 9. നമുക്ക് 2 പേർക്ക് വെള്ളെടുത്ത് ആരാണ് വണ്ണം കൂടുതൽ നോക്കുക നമ്പറിനകത്ത് 8 നോക്കിക്കോ. മിണ്ടും അനേ ചേച്ചി 9. ഇല്ല, 9, 8 അല്ല 8, 9. അല്ല സൈസാ ഉദ്ദേശിച്ചേ ഞാൻ. സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാ ഏമ്പൊക്കെ വിടുന്നു. വേറെ വിശേഷമൊന്നുമില്ല. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിയടി. ഞാനപ്പോഴത്തേക്കും കളർ അടിക്കട്ടെ. ഇതെന്ത് കാണിക്കുന്നത്? നല്ലവള ഞാനായത് അങ്ങനെ ഉടുപ്പ് കറടിക്കാൻ പോയത്. കൂടി ഇടുന്നു. ഇത് എൻ്റെ കളറാ.
ആ എൻ്റെ മുണ്ട് എൻ്റെ പൊന്നെ. ഞാൻ പെൻസിൽ ഡ്രോയിങ്ങും ഞാൻ പെൻസിൽ കൊണ്ടാണ് ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് വരച്ചത്. ഇവള് പെന്ന് ഡ്രോയിങ് ഇവള് പെന്ന് വെച്ചിട്ടാണ് വരച്ചത്. അപ്പൊ ഞാൻ സ്കെച്ച് പെന്നും കൊണ്ടാ വരയ്ക്കട്ടെ ഗൈസ്. അപ്പൊ ഞാൻ സ്കെച്ച് പെൻ എടുത്തോണ്ട് വരാം. വേണ്ടടി പോടി, സ്കെച്ച് പെന്ന് വേണ്ടടി. ഞാൻ സ്കെച്ച് പെൻ അയ്യോ പെട്ടെന്ന് എടുത്ത്. അവള് സ്കെച്ച് പെന്നും ഞാൻ ക്രയോൺസ്. കുറച്ചൊരു കൈ കഴിയുന്നു. എന്റെ ഡ്രോയിങ് ഇവിടെ ഏകദേശം തീരാറായിരിക്കുന്നു. 10 മണിക്കൂർ എടുക്കും. ഞാൻ പെട്ടെന്ന് ആന്ന് കളർ അടിച്ചു തുടങ്ങിക്കോ നീ കളർ അടിച്ചോ? ഇല്ല, ഞാൻ കൈ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണ്ട അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ തീർന്നു. പണി പാളും. നമ്മള് ഇവളുടെയും കൂടി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എന്താണ് നമ്മൾ ചെയ്യുന്നത്? പറയടി. വൈൻഡ് അപ്പ് ചെയ്തു. ഞാൻ കേട്ട പോലില്ല. ഇപ്പൊ നമ്മളുടെ മഞ്ജു വാര്യറിന്റെ ഒരു സിനിമയുണ്ട്. അതില് നമ്മളുടെ പാട്ട മനസ്സിലായോ പാട്ട് കടന്നിരിക്കത്തില്ലേ? ആരെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ജെന്നിയാണോ ലീസയാണോ അതോ റോസാണോ? റോസാണോ? ഞങ്ങള് റോസ് ഫാൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം എന്താ? ബ്ലാക്ക് പിങ്ക് ആണോ അതോ BTS ആണോ എക്സോ ടീം ആണോ? കമന്റ് അടിക്കൂ. അപ്പം എനിക്ക് ശരിക്കും എന്റെ ഫേവറേറ്റ് ബ്ലാക്ക് പിങ്ക്. എന്റെ 2 ഫേവറേറ്റ് ആണ്. ബ്ലാക്ക് പിങ്കില് 2 ഫേവറേറ്റ് ആണ്, ജിസും റോസും. ശരിക്കും പറഞ്ഞാല് ഞാൻ 2 ഫാനല്ല. ഞാൻ ഫുള്ള് ജെന്നി, ലിസ, റോസ്. എനിക്ക് റോസിന് ഫേവറേറ്റ്. റോസ് നല്ല ഇപ്പൊ ബ്ലാക്ക് പിങ്കിനെ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ റോസിനെയാണ് മുമ്പ് വിളിച്ചത്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു ഗെയിം ഉണ്ട് അങ്ങനത്തെ. അതാണ്ടടി എന്റെ കഴിഞ്ഞ കേസ്. ഞാൻ ജസ്റ്റിൻ ബീബറെ വിളിച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇത് കാണാനുണ്ട് എൻ്റെ അമ്മച്ചി. ഇതാണ് എൻ്റെ. ഇനി അവളുടെ എങ്ങനെയാണെന്ന് കാണാം. എൻ്റെ പുറം നീ വരാ. ഇത് അവള് കളർ അടിച്ചിട്ട് നിങ്ങളെ കാണിക്കും. ഞാനിപ്പോ പോസ് ചെയ്യട്ടെ. ഞാൻ പോസ് ചെയ്തിട്ട് ഇവള് അടിച്ചു കഴിഞ്ഞ് കാണിക്കാം അല്ലേ? അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചാ പോരെ? പോസ് ചെയ്യട്ടെ വീഡിയോ? വേണ്ട, എന്നാ നീ കാണിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ണൊക്കെ പോയി. അതൊക്കെ ഈ പില്ലോയിൽ വെച്ചിട്ടാണ് ഞങ്ങള് ഫോണൊക്കെ ചാരി വെച്ച് വീഡിയോ എടുത്തത്. ഉണ്ടല്ലേ, അവൾ അടിച്ചോണ്ടിരിക്കുക അവിടെ. എന്റേതാ കഴിഞ്ഞു. അവിടെ ഒരു പച്ച പെൺകുട്ടി. എന്റെ ഇതായിരുന്നു. ടൊമറ്റി ഫോണൊന്നും നേരെ ഇരിക്കുന്നില്ല. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഫ്ലോട്ടിംഗ് പെന്നിന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കണേ. ഞാൻ ഇവളെ കാണിച്ചു കൊടുത്തു ഫ്ലോട്ടിംഗ് പെന്നിന്റെ. പക്ഷെ ഞാനതില്ല. ഞങ്ങള് വേറെ വീട്ടിലായിരുന്നു. എനിക്കൊരു കാര്യം, എല്ലാരും തൃശ്ശൂര് പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അല്ല, ഇപ്പൊ കൊറേ പ്രാവശ്യം ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഞങ്ങൾ കൊറേ പ്രാവശ്യം പറയുന്നു ലൈക്ക് ചെയ്ത്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേ വേണം. ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ. യുവർ മൈൻഡ്
നിങ്ങൾക്ക് ഏത് നിങ്ങളെ കോമെന്റ് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ കോമെന്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് 3 ഫുട്ബോളേഴ്സ്. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നതാണ് റൊണാൾഡോ, മെസ്സി, നെയ്മർ ജൂനിയർ. അനേ ചേച്ചിയോ? റൊണാൾഡോ, മെസ്സി, യെസ്, ഞങ്ങളൊക്കെ ഒരേ ഫാൻസാണ്. ഞാനിപ്പോ പുറത്ത് വിട്ട് വരാം, നീ ഇവിടെ ഇങ്ങോട്ട് പോവാ. ഞാൻ അവിടെ പറയുന്നു ഞങ്ങള് ഷൂട്ടിങ്ങിലാണ്. അവിടെ അവര് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഞങ്ങള് ഷൂട്ടിങ്ങില്ല ഞാൻ പറയുക. ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ ആ ഡാൻസ് കാണിച്ചു കാണിക്കാം. നീ വരച്ചോ? എന്നിട്ട് ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജുവാരുടെ അടിയടി മനസ്സിലായോ. മഞ്ഞില്ലേ? മഞ്ഞയല്ല, നോ ബ്ലാക്ക്, യെസ് ബ്രൗൺ. ബ്ലാക്ക് ഇല്ല ഗൈസ്. എന്നാ ഇത് ഉപയോഗിച്ചോ, ക്രയോൺ ഉപയോഗിക്കും. ബ്ലാക്ക് ഞാൻ പെന്നാങ്കിൽ ഞാൻ അനേ ചേച്ചി സംസാരിക്കുമില്ലേ, മുടിയിലോട് സംസാരിക്കും. ഞാൻ മുടി പറത്തി കളയും. ഓ അതാകുമ്പോ ഞാൻ നിന്റെ നിങ്ങൾ കണ്ട ചിരിക്കാതെ വരയ്ക്ക്. ഞാൻ പോസ് ചെയ്യട്ടെ? പോസ് ചെയ്യാതെ പൈസ വെറുതെ നമ്മുടെ ടൈം ഓടി, ഷൂട്ട് പെട്ടെന്ന് കട്ടായി പോവാ പറഞ്ഞേ. ആ പോസ് ചെയ്യാവട്ടെ. ഞാൻ പോസ് ചെയ്യാണ്. ഇവിടെ വരച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാൻ ആദ്യം പോസ് ചെയ്തു, വന്നിട്ട് പിന്നെ ഓണാക്കി. അവള് കളറടിച്ച് കഴിഞ്ഞിട്ട് പോലും ഇല്ല. ഇതാണ് കുഴപ്പം. തീരുമാനം എന്ന് പറഞ്ഞാൽ തീരുമാനം ചെയ്യും, അതിന് തീരുമാനം മാറ്റും. അങ്ങനെയാണ് എന്റെ കാര്യം. അങ്ങനെയൊക്കെ തന്നെയാണ്. ആ മിററിൽ നോക്കി കാണാം ഞങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് എത്ര പെറ്റ് ഉണ്ട്? എത്ര വീട്ടിൽ എത്ര നിങ്ങൾക്ക് എത്ര പെറ്റ്സ്, നിങ്ങൾക്ക് എന്താണ്, ഡോഗോ, കാറ്റ്, ഫിഷ്, പാരറ്റ്, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യണം. ലവ് ബേർഡ്സോ അതൊക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യണം. അത് മാത്രമല്ല നിങ്ങൾ ഏത് ബേർഡാണെന്ന് കമന്റ് ചെയ്യണം. എത്ര എണ്ണം ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ എന്താ ഉള്ളത്, ഹെന്നുണ്ട്. ഹെന്നിന്റെ കോഴി, ഹെന്നിന്റെ ഞങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾ 5 എണ്ണം. എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ 5 എണ്ണം. പിന്നെ ഞങ്ങളുടെ 2 പേരെയും കൂട്ടിയിട്ടാണ്. 4 മീനുണ്ട്. 4 മീനുണ്ട്. പക്ഷെ പിന്നെ എനിക്കൊരു വലിയ ഫിഷിന്റെ പോണ്ടും ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് രണ്ട് പിന്നെ ഒരു ഓറഞ്ച്, ഒരു യെല്ലോ. പക്ഷെ 2 എണ്ണം ചത്തുപോയി. ഇപ്പൊ എനിക്ക് ഓറഞ്ചും യെല്ലോ മാത്രമേ ഉള്ളൂ. അതിലൂടെ എനിക്ക് 2 ലവ് ബേർഡ്സ് ഉണ്ട്. ലവ് ബേർഡ്സ് ഗേൾ ആൻഡ് ബോയ് ആണ്. കൊറേ വർഷമായിട്ട് ഞാൻ നോക്കിയിട്ട് ഇതുവരെ മുട്ടയിട്ടത് പോലും ഇല്ല. ഗേള് മുട്ടയിട്ടില്ല ഗൈസ്. ബോയ് മുട്ടയിടില്ല ഓൾറെഡി. ബോയാണ് മുട്ടയിടാൻ സാധ്യത. വേഗം ചെയ്യ്. അടി നമ്മ സുട്ട മനസ്സിലായോ. വേഗം ചെയ്യ്. അപ്പ സ്പീഡ്. വേഗം ആട്ടെ. ടൈം പോകുന്നു. നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി ഇത് അപ്ലോഡ് ചെയ്യണം. 10 മണിക്കൂർ എടുക്കും. അപ്ലോഡ് ആക്കിയിട്ട് അത് യൂട്യൂബിൽ വരണമെങ്കിൽ ഒരു 3, 4, 5, 6, 10 മണിക്കൂർ വരെ വേണം. എനിക്ക് വലിയായിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതൊക്കെ മതി. വേഗം നീ അപ്പം സ്പീഡ് അക്കയോ സ്പീഡ്. ഗൈസ്
എനിക്ക് ഒരു അത്യാവശ്യമുണ്ട്. പക്ഷെ എനിക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് വേറെ വേറെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ക്രയോൺ വേണം അത്യാവശ്യം. പക്ഷെ ഇവളുടെ ക്രയോൺസിലുള്ള കളേഴ്സ് ഒന്നും ഇവളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇവൾക്ക് ക്രയോൺസ് ഉപയോഗിക്കണം എന്നുണ്ട്. പക്ഷെ ഞാനാണ് ക്രയോൺ, ഇവള് സ്കെച്ചാണ്. ക്രയോൺ ആയതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ഞങ്ങളൊന്നും കോപ്പി അടിച്ചിട്ടില്ല ഗൈസ്. യാ ഷുവർ, ഒന്നും കോപ്പി അടിച്ചിട്ടില്ല. ഞാനതാണ് ഒരു കോപ്പി എടുത്തു. അപ്പൊ നമുക്കൊരു സംഭാഷണം. Give me one color peach. No crayon. അവിടെ നോക്കടി crayon. സാരമില്ല, ചെറുതായിട്ട് ഒരു ക്രയോൺ മാത്രമേ അവൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു കുഞ്ഞു പൊട്ട് ക്രയോൺ. നമ്മൾ ഇവിടെ തന്നെ ഇപ്പം ഈ ഞങ്ങളുടെ രണ്ടുപേരും കാണിക്കുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ കമന്റ് ചെയ്യണം. ഇപ്പൊ എവിടെയായിരുന്നു? താഴെയായിരുന്നു. താഴെയായിരുന്നു. ഞാൻ മിന്നുവിന്റെ വീട്ടിലായിരുന്നു. ദാവുവിന്റെ വീട്ടിൽ പോയില്ല. ഇല്ല, അവരൊക്കെ അവർ ഉറങ്ങിയടി. ദാവു അവിടെ പോയിരിക്കുമായിരുന്നു. ദാവു വന്നിട്ട് ഇന്ന് വന്ന്. പക്ഷെ എനിക്ക് കാണാൻ ഇന്നല്ല, നാളെ. അല്ല, അവര് വന്ന് ഇന്ന് 12 വന്നവര്. അടി 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 നമ്മ സുറ്റ മനസ്സിലായോ? കഴിഞ്ഞില്ലടി, കാണിക്കട്ടെ. ബോയ്ക്ക് കളർ കൊടുത്തോ? അല്ല, ഈ തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡിന് കളർ കൊടുത്തോ? ഓക്കെ, കാണിക്കട്ടെ. എടി സമയം പോവാ നമുക്ക്. ഇപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾ ആരെയാണ് നല്ല ഭംഗി? കമൻറ്റ്. അയ്യോ, ഇപ്പൊ തുമ്മിയാണ് ഞാൻ. അടിച്ചു. പാർട്ടി പോലെ ഗേൾ. എടി ബുക്ക് ഒന്ന് പിടിച്ചേടി. ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, കമന്റ്. ഇത് എൻ്റെ, ഇത് അവളുടെ. ഇതില് ആരെയാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എന്റെ കോളം എ, ചേച്ചി കോളം ബി. അല്ല മതി, നിനക്ക് കാണിക്കട്ടെ. എൻ്റെ ഇതാണ്, ഇനി അവളുടെ ഇതുമാണ്. അപ്പൊ ബൈ ഗായ്സ്, നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. യെസ്, അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് വരുന്നു. സീ യു, ബൈ ഗായ്സ്, ടാറ്റാ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് വിരമിച്ച് പോകുന്നു. ബൈ.